താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ വീണ്ടും ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ സജീവമാക്കുന്നു എന്നാണ് സൂചന. അടുത്തിടെ നടന്ന കനത്ത ആക്രമണങ്ങൾക്കിടയിലും ഈ കേന്ദ്രങ്ങൾ പുനരാരംഭിക്കുന്ന ശ്രമത്തിലാണ് ഇറാൻ എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 6 ആഴ്ചകളായി ശക്തമായ ബോംബാക്രമണങ്ങൾ നടന്നിരുന്നു. ഈ ആക്രമണങ്ങളിലൂടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ഭൂഗർഭ തുരങ്കങ്ങൾ മിസൈൽ കേന്ദ്രങ്ങളും പ്രവർത്തനരഹിതമാക്കുക എന്നതായിരുന്നു. പ്രത്യേകിച്ച് ഈ തുരങ്കങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ തകർക്കാനായിരുന്നു ശ്രമങ്ങൾ. എന്നാൽ യുദ്ധത്തിൽ താൽക്കാലിക ഇടവേള വന്നതോടെ ഇറാൻ ഈ സമയം ഉപയോഗിച്ച് വീണ്ടും അവ തുറക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ പ്രകാരം കേടുപാടുകൾ സംഭവിച്ച മിസൈൽ ബങ്കറുകൾ ഇറാൻ വളരെ വേഗത്തിൽ അറ്റകുറ്റപ്പണി നടത്തി ശരിയാക്കുകയാണ്. ചില സാഹചര്യങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിലൂടെ ഇറാന്റെ സൈനിക തയ്യാറെടുപ്പും സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും വ്യക്തമാകുന്നു. അതേസമയം യുഎസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെയും എണ്ണം കുറയുന്നുവെന്ന് ചില കണക്കുകൾ പറയുന്നു. എന്നിരുന്നാലും ഇറാൻ ഇപ്പോഴും വലിയൊരു മിസൈൽ ശേഖരം കൈവശം വച്ചിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. അതായത് ആക്രമണം കുറച്ചെങ്കിലും ഇറാന്റെ ശേഷി പൂർണ്ണമായി കുറഞ്ഞിട്ടില്ല. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ പ്രത്യേകതയും ശ്രദ്ധേയമാണ്. ഇവയിൽ പലതും ശക്തമായ ഗ്രാനൈറ്റ് പർവ്വതങ്ങളുടെ ഉള്ളിലായി നിർമ്മിച്ചവയാണ്. ആയതിനാൽ സാധാരണമായി ഉപയോഗിക്കുന്ന ബങ്കർ തകർക്കുന്ന ആയുധങ്ങൾക്ക് ഇവയെ നശിപ്പിക്കാൻ പ്രയാസമാണ്. ഈ കേന്ദ്രങ്ങൾ വളരെ ആഴത്തിലുള്ളതും ശക്തമായ പാറകൾ സംരക്ഷിക്കപ്പെടുന്നതുമാണ്. ഈ ഭൂഗർഭ ശൃംഖലകൾ വളരെ സങ്കീർണമാണ്. ഇവയിൽ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, വിക്ഷേപണ കേന്ദ്രങ്ങൾ, തുരങ്കങ്ങൾ, രഹസ്യമായി പുറത്തുപോകാനുള്ള വഴികൾ എന്നിവ ഉൾപ്പെടുന്നു. എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച ഒരു വലിയ സംവിധാനമായി ഇത് പ്രവർത്തിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇവയെ പൂർണ്ണമായി കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് എളുപ്പമല്ല. ഇതിനു പുറമെ ഇറാൻ മൊബൈൽ മിസൈൽ ലോഞ്ച് സംവിധാനങ്ങളും വികസിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സംവിധാനങ്ങൾ വളരെ വേഗത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിയും. ആയതിനാൽ ഇവയെ കണ്ടെത്തുകയും ലക്ഷ്യമിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആക്രമണം ഉണ്ടാക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഇവയെ മാറ്റി രക്ഷപ്പെടുത്താനും കഴിയും. യുഎസ് ഉദ്യോഗസ്ഥർ നിരവധി മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചുവെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇറാൻ വ്യാജമായ ലോഞ്ചറുകൾ കൃത്രിമ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ യാഥാർത്ഥ്യവും വ്യാജവുമായ ലക്ഷ്യങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ പ്രയാസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണം ആദ്യത്തേനേക്കാൾ കുറഞ്ഞെങ്കിലും അവ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഇടയ്ക്കിടെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ദിവസേന 50 മുതൽ 100 വരെ ഡ്രോണുകൾ ഇറാൻ വിന്യസിക്കുന്നതായും പറയപ്പെടുന്നു. ഇവയിൽ ഭൂരിഭാഗവും എതിർനിര തടയുന്നുണ്ടെങ്കിലും ഇത് സമ്മർദ്ദം തുടരാൻ സഹായിക്കുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാൻ ഒരു ദീർഘകാല തന്ത്രമാണ് പിന്തുടരുന്നത്. യുദ്ധം നീണ്ടു നിൽക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അതേസമയം പ്രധാനപ്പെട്ട മിസൈൽ ശേഷികൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഇങ്ങനെ ചെയ്താൽ യുദ്ധാന്തര ചർച്ചകൾ കൂടുതൽ ശക്തമായ നിലപാടെടുക്കാൻ ഇറാന് സാധിക്കും. ഭൂഗർഭ കേന്ദ്രങ്ങളിൽ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധാരണ ആക്രമണങ്ങൾ മാത്രം മതിയാകില്ലെന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളും ദീർഘകാല പ്രവർത്തനങ്ങളും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം കേന്ദ്രങ്ങൾ വളരെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്നതിനാൽ അവയെ കണ്ടെത്തുക തന്നെ വലിയ വെല്ലുവിളിയാണ്. പർവ്വത പ്രദേശങ്ങളിൽ ഈ കേന്ദ്രങ്ങൾ നിർമ്മിച്ചതും ഇറാന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ്. കട്ടിയുള്ള പാറകൾ സ്വാഭാവിക സംരക്ഷണം നൽകുന്നു. ആയതിനാൽ ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ചാലും അതിന്റെ ഫലപ്രാപ്തി കുറയാം. ഇതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കൂടുതൽ ശ്രമം ആവശ്യമാണ്. ഇറാന്റെ വിശാലമായ ഭൂമിശാസ്ത്രവും ഇതിന് സഹായമാണ്. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ഇത്തരം മറഞ്ഞിരിക്കുന്ന മിസൈൽ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആയതിനാൽ എല്ലാ കേന്ദ്രങ്ങളും കണ്ടെത്തി ഇല്ലാതെയാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ശേഷിക്കുന്ന ലോഞ്ച് സംവിധാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും അതിൽ പൂർണ്ണ വിജയം നേടാൻ സാധ്യത കുറവാണെന്നാണ്. കാരണം ഇറാൻ ഉപയോഗിക്കുന്ന രഹസ്യ സംവിധാനങ്ങളും ഭൂഗർഭ ശൃംഖലകളും അത്ര എളുപ്പത്തിൽ തകർക്കാനാകാത്തതാണ്. യുഎസ് വ്യോമാധിപത്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി കുറയ്ക്കാത്തതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് യുദ്ധം താൽക്കാലികമായി ശമിച്ചിട്ടുണ്ടെങ്കിലും ഭീഷണി പൂർണ്ണമായി മാറിയിട്ടില്ല. വെടിനിർത്തൽ നിലനിൽക്കുന്ന ഈ സമയം ഇറാൻ തങ്ങളുടെ സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. ഭാവിയിൽ വീണ്ടും സംഘർഷം ശക്തമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന് ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു. ആയതിനാൽ ഈ മേഖലയിൽ നടക്കുന്ന ഓരോ നീക്കവും അടുത്ത് നിരീക്ഷിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.